ഏഴാമത്തെ വയസ്സിലുണ്ടല്ലോ സ്കൂളിൽ പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ടുപോയ മകൻ 30 വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന വാർത്ത അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തത്സമയം റിപ്പോർട്ടറിൽ തന്നെ കണ്ടിരുന്നു അല്ലേ. ഗാസിയാബാദിലായിരുന്നു ഈ സംഭവം. പക്ഷേ ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. തിരികെ വന്നയാളെ ഏറെ സന്തോഷത്തോടെ കുടുംബം സ്വീകരിച്ചുവെങ്കിലും എന്തോ ഒരു സംശയത്തിന്റെ പേരിൽ DNA ടെസ്റ്റ് നടത്തി. മടങ്ങി വന്നത് തങ്ങളുടെ കുടുംബാംഗം അല്ലെന്ന് തെളിഞ്ഞു. ഇന്ദ്രരാജ് റാവത്ത് ആളൊരു തട്ടിപ്പ് വീരനാണ്. അഞ്ജലി MR വിവരങ്ങളുമായി ചേരുന്നു തത്സമയം. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. 30 വർഷത്തിന് ശേഷം തിരികെ വന്നു എന്ന് പറഞ്ഞ് നമ്മളും അത് ആഘോഷമാക്കി എന്നുള്ളതാണ്. പ്രേക്ഷകരോട് പങ്കുവച്ചു, ഇതിന്റെ സന്തോഷം പങ്കിട്ടു. ഇനി പാർട്ടി കൂടെ നടത്താൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് വില്ലനായി ഒരു DNA ടെസ്റ്റ് കടന്നു വരുന്നത്. പക്ഷെ അത് നന്നായി എന്ന് വേണം പറയാൻ. എന്താണ് കഥ? നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. അന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് രാജു എന്നായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ഏറെ സന്തോഷമായിരുന്നു. കാരണം 7-ാം വയസ്സിൽ കാണാതായി 30 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വിഷമം നിറഞ്ഞ ജീവിതത്തിന് ശേഷം അദ്ദേഹം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. ഇതൊക്കെ നമ്മൾ ആഘോഷിച്ചു. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് ആള് നല്ല അടവുകൾ പഠിച്ചൊരു കള്ളനായിരുന്നു എന്നുള്ളത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം മോഷണത്തിലേറെ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത്തരത്തിൽ മക്കൾ നഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് അവരെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഞാനാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മകൻ എന്ന് വിശ്വസിപ്പിച്ചെടുക്കുന്നു. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാമോ? അന്ന് നമ്മൾ ഈ വാർത്ത പങ്കുവയ്ക്കുന്ന സമയത്ത് ആ വാർത്തയുടെ ഒപ്പം നമ്മൾ പറഞ്ഞിരുന്നു, ഇദ്ദേഹം വിശ്വസിപ്പിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും സങ്കടത്തോടെ പോലീസിനെ സമീപിച്ചു. പിന്നീട് പോലീസാണ് ഇദ്ദേഹത്തെ വിശ്വസിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയതും മറ്റു കാര്യങ്ങൾ ശുഭപര്യവസായി ആക്കിയതും എന്ന്. ആ പോലീസിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതെ, അതിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കുറെ പോലീസുകാരുടെ അടുത്ത് സമീപിച്ചപ്പോൾ അവരിതൊന്നും വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് ലാസ്റ്റാണ് ഈ ഒരു ഗോദ പോലീസിന്റെ അടുത്ത് എത്തുന്നതെന്ന്. അപ്പോൾ ചിലപ്പോൾ ആദ്യം കേട്ട ആൾക്കാർക്ക് ഇയാളുടെ ഒരു കഥ വിശ്വാസം തോന്നാത്തത് കൊണ്ടായിരിക്കാം ബന്ധുക്കളെ ബന്ധപ്പെടാനോ ഒന്നും തന്നെ ശ്രമിക്കാതിരുന്നത്. അപ്പം ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇയാൾ 6 സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 9 വീടുകളിൽ ഇത്തരത്തിൽ മകനാണെന്ന് പറഞ്ഞ് ചെല്ലുകയും മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പോലും ഇന്ദ്രരാജ് റാവത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു പണ്ട് തൊട്ട് ഇങ്ങനെ മോഷണം ചെയ്തതുകൊണ്ട് തന്നെ 2005 ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബം ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നതാണ്. അതായത് ഒരു മോഷ്ടാവായതിൻ്റെ പേരിൽ. അന്ന് തൊട്ട് ഇന്ന് വരെ ഇത്തരത്തിൽ തുടർക്കഥയായിട്ട് മോഷണം ചെയ്താണ് ഈ ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ ഗാസിയാബാദിലെ വീട്ടിലെത്തിയപ്പോൾ ആ കുടുംബക്കാർക്ക് എന്തോ ഒരു ചെറിയ സംശയം തോന്നിയതിൻ്റെ പേരിൽ അവർ DNA ടെസ്റ്റ് നടത്തുകയായിരുന്നു. ആ DNA ടെസ്റ്റിലാണ് തെളിഞ്ഞത് ഇത് മകനല്ല എന്നുള്ളത്. അല്ലെങ്കിൽ അവിടെ നിന്ന് മകനാണെന്ന് വരുത്തി തീർത്ത് അവരുടെ സ്വർണവും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് ഈ ആള് കടന്നു കളഞ്ഞേനെ എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടുകാരുടെ അവസ്ഥയും ആലോചിക്കണം. അവര് സ്വയം മകൻ തിരിച്ചെത്തി എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് തിരിച്ചു വന്ന ഒരു കള്ളനാണെന്ന് അവരറിയുന്നത്.